സാബു പിണറായിയുടെ ചാരൻ, യാക്കോബായ സഭയും BJPയും ജാഗ്രതയിൽ. 20-20 സാബു പിണറായി വിജയന്റെ ട്രോജൻ കുതിരയാണ്. ഇയാളുടെ ലക്ഷ്യം കോൺഗ്രസ് വോട്ടുകൾ പരമാവധി ഭിന്നിപ്പിച്ച് ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കി കൊടുക്കുക, മൂന്നാമതും പിണറായിക്ക് തുടർഭരണമൊരുക്കുക എന്നതാണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ അന്ന് മുതലാണ് ITV ന്യൂസ് സാബുവിനെതിരെ വാർത്തകൾ നൽകി തുടങ്ങിയത്. ഞങ്ങൾ നൽകിയ വാർത്തകൾ സാബുവിൻ്റെ ബിരിയാണി പാർട്ടിയുടെ അടിത്തറ ഇളക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എനിക്കെതിരെ വ്യാജപരാതികൾ പോലീസിൽ കൊടുത്തു. കോടതിയിൽ ഞങ്ങൾ അതെല്ലാം പൊളിച്ചു. ഒടുവിൽ ഒരു സ്വകാര്യ അന്യായം വെക്കേഷൻ കോടതിയിൽ ഫയൽ ചെയ്ത് ബഹുമാനപ്പെട്ട കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്കെതിരെ ഒരു ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്ത് ഇയാൾക്കെതിരെ സത്യസന്ധമല്ലാത്ത വാർത്തകൾ നൽകരുത് എന്ന ഒരു ഓർഡറും കോടതി നൽകുകയുണ്ടായി. സത്യസന്ധമല്ലാത്ത വാർത്തകൾ ഞങ്ങളൊന്നും അന്നും ഇന്നും നാളെയും കൊടുക്കത്തില്ല. ഞങ്ങൾ കൊടുക്കുന്ന വാർത്തകൾ കൃത്യമായ തെളിവുള്ള വാർത്തകൾ മാത്രമാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. സാബു അന്നും ഇന്നും എന്നും ഒരു ഇടതുപക്ഷ സഹയാത്രികനും പിണറായി വിജയന്റെ അടിമയും ആണ്. പിണറായിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിച്ച് മാത്രമാണ് ഇയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്. പിണറായി വിജയനെ ആദ്യമായി വിദേശത്ത് കൊണ്ടുപോയതും അദ്ദേഹം രോഗാവസ്ഥയിൽ അമേരിക്കയിൽ ചികിത്സയ്ക്കായി പോയപ്പോൾ ഒരു മകനെ പോലെ നിന്ന് പഠിപ്പിക്കുവാൻ വരെ കൊണ്ടുപോയത് താനാണെന്ന് ഇദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. ഇവർ തമ്മിലുള്ളത് വെറുമൊരു രാഷ്ട്രീയ ബന്ധമാണോ അതോ ഒരു ഇൻവെസ്റ്റർ പങ്കാളി ബന്ധമാണോ എന്നുള്ളത് വരും നാളുകളിൽ മാത്രം മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യമാണ്. പിണറായി വിജയൻ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിക്കുമ്പോൾ ഞാനില്ലാതെ ഇന്ത്യ വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടിയും എനിക്കറിയാം. അദ്ദേഹം മയോ ക്ലിനിക്കിൽ 32 ദിവസം കിടന്നപ്പോൾ ഒരു പുത്രനെ പോലെ അദ്ദേഹത്തിൻ്റെ സമീപത്തിരുന്ന് മൂത്രമൊഴിപ്പിക്കാനും അവിടുന്ന് തിരിച്ചുകൊണ്ടേ കിടത്താനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. സാബു 20-20 ബിരിയാണി പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ ഏക ലക്ഷ്യം മധ്യതിരുവിതാംകൂറിൽ കോൺഗ്രസ് വോട്ടുകൾ പരമാവധി ഭിന്നിപ്പിക്കുക, ഇടതുകോട്ട ഈ മേഖലയിൽ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശം വെച്ച് മാത്രമാണ്. നോക്കുക, കോൺഗ്രസിന് ആധിപത്യമുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് സാബു തൻ്റെ ബിരിയാണി പാർട്ടിക്ക് വേരുപിടുത്തം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. കോൺഗ്രസ്സുകാരനായ PV ശ്രീനിജനെ ഇടതുപാളത്തിൽ എത്തിച്ച് പിണറായിയെ കൊണ്ട് സീറ്റ് കൊടുപ്പിച്ച് സ്വന്തം പാർട്ടിയുടെ വോട്ട് വരെ മറിച്ചു കൊടുത്ത് വിജയിപ്പിച്ചെടുത്തത് സാബു തന്നെയാണ്. എന്നിട്ട് ഇവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും കേസും പുക്കാറുമെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. PV ശ്രീനിജന്റെ അമ്മായിയച്ഛനും സാബുവിൻ്റെ ബിസിനസ്സും തമ്മിൽ എന്താണ് ബന്ധം എന്ന ചോദ്യം പൊതുമണ്ഡലത്തിൽ നിന്ന് ഉയർന്ന അന്ന് മുതലാണ് ഇപ്രകാരം ഒരു നാടകം ഇവർ തമ്മിൽ അരങ്ങേറിയത്. അതുപോലെ പിണറായിയുമായുള്ള അന്തർധാര മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി മാത്രമാണ് സ്ഥാപനത്തിൽ റെയ്ഡും മറ്റ് നാടകങ്ങളും ഒക്കെ അരങ്ങേറിയത്. പോലീസ് ജീപ്പ് കത്തിച്ചു, ദീപുവിനെ കൊല ചെയ്തിട്ട് ആ കേസ് പോലും എന്തുകൊണ്ട് ആവിയായിപ്പോയി എന്നത് ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. സാബുവിനെതിരെ വാർത്ത എഴുതിയ യൂട്യൂബർക്കെതിരെ ശ്രീനിജനെ കൊണ്ട് SC/ST അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിടുവാൻ ശ്രമിച്ചതും ഒടുവിൽ ആ യൂട്യൂബർക്ക് ഒളിത്താവളം ഒരുക്കി കൊടുത്തതും എല്ലാം സാബു ഒരുക്കിയ ഒരു നാടകമായിരുന്നു. അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടപ്പോൾ ശമ്പളം കൊടുക്കുവാൻ എന്ന പേരിൽ 1.5 കോടി രൂപ കൊടുത്തതും ആരാണ് എന്ന് ആ യൂട്യൂബർ എന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാബു ഇതിനും കേസുമായി പോകുമ്പോൾ ഞങ്ങളത് കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. അവസാനം ഇപ്പോൾ ആ യൂട്യൂബർ സാബുവിൻ്റെ അടിമയായി അയാൾക്ക് വേണ്ടി സ്ഥിരം PR പണി നടത്തുന്നു. ഇതാണ് സാബുവിൻ്റെ പരിപാടി. കേസ് കൊടുക്കുക, വിരട്ടുക. ഇന്ന് വലിയ യാക്കോബായ സഭാ സ്നേഹം കാണിക്കുന്ന സാബുവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യാക്കോബക്കാരനായ ബെന്നി ബെഹനാനെ തോൽപ്പിക്കുവാൻ കത്തോലിക്കനായ ചാർലി പോളിനെ ചാലക്കുടിയിൽ മത്സരിപ്പിച്ചത് എന്നാരും മറക്കരുത്. ഈ മുതലാണ് ഇന്ന് യാക്കോബായ സഭയുടെ രക്ഷകനായി അവതരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി മുത്തൂറ്റ് MG ജോർജ് നിന്നത് നാം കണ്ടു. അയാൾ യാക്കോബായ സഭയിലെ കേസ് നടത്തിക്കൊണ്ടിരുന്ന മെത്രാന്മാരെ മറുകണ്ഠം ചാടിച്ചു കൊണ്ടുപോയതും നാം കണ്ടു. ഈ സാബു ഇതുവരെ ഈ സഭയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുക. 2017 ജൂലൈ 3 സുപ്രീം കോടതി അന്തിമ വിധി വന്നപ്പോൾ ഈ സാബു എവിടെയായിരുന്നു? 57 പള്ളികൾ പിണറായിയുടെ പോലീസിന്റെ അകമ്പടിയോടെ ഓർത്തഡോക്സ് പക്ഷം പിടിച്ചെടുത്തപ്പോൾ പിണറായിയുടെ ചങ്കായ പിണറായിയെ അപ്പനെ പോലെ കൊണ്ടു നടന്ന സാബു എവിടെ പോയി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ഫണ്ട് കൊടുക്കുന്ന സാബു എവിടെയായിരുന്നു? അതുപോലെ മുളന്തുരുത്തി പള്ളിയിൽ നീതിക്കായി സമരം ചെയ്ത വൈദികരെ, മെത്രാപ്പൊലിത്തന്മാരെ,
വലിച്ചിഴച്ച് കാലിൽ തൂക്കി പോലീസ് വാഹനത്തിൽ കയറ്റിയപ്പോൾ ഈ സാബു എവിടെയായിരുന്നു? തങ്ങളുടെ മാതാപിതാക്കളുടെ മൃതശരീരം വെച്ച് തെരുവിൽ വില പറഞ്ഞപ്പോൾ, അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പോലീസ് പള്ളിമുറ്റത്ത് വലിച്ചിഴച്ചപ്പോൾ ഈ ട്രോജൻ സാബു എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു? മുളന്തുരുത്തി, പിറവം, പുത്തൻകുരിശ്, കന്യാട്ടുനിരപ്പ്, കോലഞ്ചേരി, കണ്ടനാട്, വരിക്കോലി തുടങ്ങിയ പള്ളികൾ ഓരോന്നായി ഓർത്തഡോക്സ് വിഭാഗം പിടിച്ചെടുക്കുകയും സഭാമക്കൾ കൊടിയ പീഡനം അനുഭവിച്ചപ്പോൾ ട്രോജൻ സാബു എവിടെയായിരുന്നു? സഭാ നേതൃത്വവും ഇതൊക്കെ ഒന്ന് ആലോചിക്കേണ്ടേ? പള്ളികൾ ഓരോന്നായി നഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ അന്തരിച്ച ശ്രേഷ്ഠ തോമസ് ബാബ തൻ്റെ വാർദ്ധക്യത്തിലും സഭയ്ക്ക് വേണ്ടി നിരാഹാര മുറകളും പ്രാർത്ഥനാ യജ്ഞങ്ങളും നടത്തിയപ്പോൾ സഭാംഗമായ സാബു ഒരിക്കലെങ്കിലും ആ സമരപ്പന്തലിലെത്തി ബാബയെ ഒന്ന് സന്ദർശിച്ചിരുന്നു. ബാബ അന്തരിച്ചപ്പോൾ പോലും ഇദ്ദേഹം ഒന്ന് വന്ന് കണ്ടിരുന്നു. യാക്കോബക്കാർ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സാബുവിൻ്റെ സ്വന്തം ഇടവകപ്പള്ളിയായ കിഴക്കമ്പലം സെയിൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെയിൻറ്റ് പോൾസ് പള്ളി പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായിട്ടും അതിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിക്കുവാൻ കഴിയാതെ പോയതിന് കാരണം ആ പള്ളിയുടെ മുഖവാരം സാബുവിൻ്റെ സ്ഥാപനത്തെക്കായാലും പൊങ്ങി നിന്നാൽ അത് സാബുവിൻ്റെ ബിസിനസ്സിന് ദോഷമുണ്ടാകുമെന്ന്, അത് വാസ്തുപ്രകാരം ശരിയല്ല എന്ന് ഏതോ ഒരു ജ്യോതിഷി പറഞ്ഞു അത്രേ. അതുകൊണ്ട് ഇന്നും സാബുവിൻ്റെ സ്വന്തം ഇടവകപ്പള്ളി കിടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണുക. ഈ ട്രോജൻ സാബുവാണ് ഇന്ന് യാക്കോബായ സഭയുടെ സംരക്ഷകനായി അവതരിച്ചിരിക്കുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള യാക്കോബായ സഭാംഗങ്ങൾ ഭൂരിപക്ഷം ഉള്ള സ്ഥലങ്ങളിലും കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി അത് BJPക്ക് കുത്തിച്ചാൽ വീണ്ടും പിണറായിക്ക് ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ ട്രോജൻ സാബു ഈ നാടകവുമായി ഇറങ്ങിയിരിക്കുന്നതെന്ന് യാക്കോബായ സഭാംഗങ്ങൾ മനസ്സിലാക്കുക. അതുമാത്രമല്ല, BJPക്കൊപ്പം നിന്നാൽ ഇയാൾക്ക് EDയെയും പേടിക്കേണ്ട. അതല്ലെങ്കിൽ CSR ഫണ്ട് ഉപയോഗിച്ച് എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കും എന്ന ചോദ്യം വന്നാൽ സാബു പെട്ടത് തന്നെ. ഇയാളും റോയിയുടെ മാർഗം സ്വീകരിക്കേണ്ടി വരുമായിരുന്നു. യാക്കോബായ സഭാ നേതൃത്വം ഈ പെരും തീവട്ടിയുടെ ട്രോജൻ കുതിരയുടെ കെണിയിൽ എങ്ങനെ വീണു എന്നതാണ് മനസ്സിലാകാത്തത്. BJPക്ക് വോട്ട് കൊടുത്താൽ സഭാപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചു കൊടുക്കും എന്നാണത്രേ സാബുവിൻ്റെ ഓഫർ. ശ്രേഷ്ഠ ബാബയുടെ കബറടക്ക സമയത്ത് പിണറായി സഭാമക്കൾക്ക് കൊടുത്ത ഒരു ഉറപ്പുണ്ട്. എന്തുകൊണ്ടത് പാലിച്ചില്ല? മകനെ പോലെയുള്ള സാബുവിന് എന്തേ അത് സാധിച്ചു കൊടുക്കുവാൻ പറ്റിയില്ല? യാക്കോബായ സഭയും BJPയും മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം, സാബു ഒരു അവസരവാദിയാണ്. കാര്യം കാണുവാൻ ആരുടെ ചന്തയും കഴുകിക്കൊടുക്കും, പിടിപ്പിക്കുവാൻ കൊണ്ടുപോകും. കേജ്രിവാളിനൊപ്പം സഖ്യം ചേർന്ന് കേരളത്തിൽ ആം ആദ്മി തുലച്ചു കൊടുത്തു. അവസാനം കേജ്രിവാളിൻ്റെ സകല രഹസ്യവും മോദിക്ക് കൈമാറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു, അകത്തിട്ടു. അടുത്ത നിമിഷം ഇയാൾ മോദിക്ക് കൈകൊടുത്ത് BJPയിൽ ചേർന്നു. ഇപ്പോൾ ആ സാബു മോദിയോടൊപ്പം യാക്കോബായ സഭയിലെ പ്രധാനികളുമായി പോയി നിന്ന് ഫോട്ടോ എടുത്ത് പരസ്യം ചെയ്തത് കാണുക. ഈ ഒറ്റ നടപടിയിലൂടെ സാബുവിൻ്റെ സ്ഥാപനത്തിൻ്റെ ഷെയർ വാല്യൂ കൂടിയത് എത്ര കോടിയാണ് എന്ന് മണ്ടന്മാർ മനസ്സിലാക്കുക. അപ്പ കാണുന്നവനെ പപ്പ എന്ന് വിളിക്കുന്ന ഈ ട്രോജൻ കുതിരയെ, ഈ നിലപാടില്ലാത്തവനെ യാക്കോബായ സഭയും യാക്കോബായ സഭാ മക്കളും BJPയും സൂക്ഷിക്കുക. BJPക്ക് വോട്ട് ചെയ്യുവാൻ ഈ ട്രോജൻ സാബുവിൻ്റെ ബിരിയാണി പാർട്ടിയിൽ അംഗമായി BJPക്ക് വോട്ട് ചെയ്യേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടോ? BJPക്ക് വോട്ട് ചെയ്യുവാൻ താല്പര്യമുള്ളവർ ധൈര്യമായി അവർക്ക് വോട്ട് ചെയ്യുക. പക്ഷേ ഇടനിലക്കാരനായി ഈ ബിരിയാണി പാർട്ടിയും ട്രോജൻ സാബുവിൻ്റെയും ആവശ്യമുണ്ടോ? ഇവൻ്റെ പ്രസക്തി ഈ രാഷ്ട്രീയ കേരളത്തിൽ എന്താണെന്ന് മാത്രമാണ് ഞങ്ങളുടെ ചോദ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.